മനോഹരമായാണ് നമ്മുടെ ലോകത്തിന്റെ ഗുരുവിനെ ഉപമിച്ചത്. സുന്ദരമായ ഒരു ബൊക്കെ, ഒരുപാട് പൂക്കളെ കൊണ്ടുണ്ടാക്കിയ സുന്ദരമായ ഒരു ബൊക്കെ. അതിൽ പല അംബിയാ മുർസലീങ്ങളുടെയും സ്വഭാവം ഒരു പ്രവാചകനിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ അത് സ്നേഹതീർത്ഥമായ മുഹമ്മദാണ്, കാരുണ്യത്തിന്റെ കേദാരമായ മുഹമ്മദാണ്, അനുഗ്രഹത്തിന്റെ ദാതാവാണ്, സത്യത്തിന്റെ, സമത്വത്തിന്റെ, സ്നേഹചിന്തയുടെ, സാഹോദര്യത്തിന്റെ ഉറവിടം അത് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി. ലോകത്തിന് സത്യത്തിന്റെ മാർഗദർശനം കാണിച്ചത് മുഹമ്മദാണ്. ആമിന ബീവിയുടെ മുത്തുമോനായ ബൊക്കെ. ഇതിലില്ലാത്ത സ്നേഹമില്ല, ഇതിലില്ലാത്ത വർണ്ണവൈവിധ്യമില്ല, ഇതിലില്ലാത്ത മോചനമില്ല, ഇതിലില്ലാത്ത പരുളില്ല, ഇതിലില്ലാത്ത നവോത്ഥാനമില്ല, ഇതിലില്ലാത്ത ഉത്ഥാനമില്ല. എല്ലാം മുഹമ്മദാണ്. സ്നേഹത്തിന്റെ പ്രവാചകത്വം അത് മുഹമ്മദിലൂടെയാണ് ഇവിടെ ഉത്ഭവിച്ചതും ഇവിടെ അവസാനിച്ചതും. അല്ലാമായ ഇഖ്ബാലിന്റെ വരികൾ എത്ര സുന്ദരമാണ്. ഔർ തേരി റഹ്ദുസൻ, ഔർ തേരി റഹ്ദുസൻ സിദ്റത്തുൽ മുൻതഹ. അല്ലാമ ഇഖ്ബാലിന്റെ വരികൾ എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ്. ഔർ തേരി റഹ്ദുസൻ, ഔർ തേരി റഹ്ദുസൻ സിദ്റത്തുൽ മുൻതഹ. അങ്ങയുടെ വീടിന്റെ അരികിലൂടെ ഒന്ന് നടന്നു പോയാൽ ആ നടന്നുപോയ സ്നേഹ പ്രകീർത്തനമായ പാദം, സ്നേഹത്തിന്റെ പ്രകമ്പനം കൊള്ളിക്കുന്ന പാദം, അത് സിദ്റത്തുൽ മുൻതഹ പോലെയാണ് നബിയെ. അങ്ങ് കാരുണ്യത്തിന്റെ, അങ്ങ് സമാധാനത്തിന്റെ, അങ്ങ് സ്നേഹത്തിന്റെ ഉദാഹരണം ആണ് നബിയെ. മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മുഹമ്മദുൻ സീനതു ദുനിയാ വ ബഹ്ജതുഹാ, മുഹമ്മദുൻ കാശിഫുൽ ഉമ്മത്തി വൽഉലമി. റഹീം വലിയോരെയും എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഷബീറും ഇവിടെ എത്തിച്ചത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇത്രയും മഹത്തായ ഈ ഭൂമിയിൽ ഒന്ന് ചുവട് വയ്ക്കാൻ സാധിച്ചത് നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ്. അതിലുപരി അല്ലാഹുവിന്റെ നിയോഗമാണ് എനിക്കിവിടെ എത്താൻ സാധിച്ചത്. അതിന്റെ കാരണമായത് ആരെങ്കിലും ആയിക്കോട്ടെ, എല്ലാവരും ആയിക്കോട്ടെ, എല്ലാവർക്കും അല്ലാഹു റഹ്മത്തും ബർക്കത്തും റാഹത്തും ഇസ്സത്തും സലാമത്തും ആഫിയത്തും നൽകട്ടെ എന്ന് ഈ വിനീതന്റെ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇതൊരു പ്രഭാഷണ വേദിയല്ല, ഇതൊരു സഹോദര്യത്തിന്റെ വേദിയാണ്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഇങ്ങനെയൊരു അവസരം ലഭിച്ചതിന് ഞാൻ എന്റെ റബ്ബിനോട് നന്ദി പറയുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്.